നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അതിപ്പോ എന്നെ പുറത്തെടുത്ത ഡോക്ടറോട് പോയി ചോദിക്കണം. അങ്ങേരാണെങ്കിൽ മരിച്ചും പോയി. ഞാൻ എത്ര കാലമായിട്ട് പാചകം ചെയ്യുന്നറിയോ? ആ, കുറെ കാലമായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ലേ പ്രധാനം. നമുക്ക് ആദ്യയുടെ മുറി ചെന്നിരിക്കാം. വാ. அம்மா, எவ்வளவு நாள் நம்மால் இது மூடி வைக்க முடியும்? എനിക്കറിയില്ല. முன்னாடி நம்ம கண் முன்னாடியே வந்திருக்கு, இப்ப வீட்டுக்குள்ள இல்ல. இனி நம்மால எதுவும் பண்ண முடியாது. നിത്യ മേഡം അവരെ കണ്ടിപ്പാ പാത്തത്. ഇല്ല, അത് പാടില്ല ശരവണ. ഇടയിൽ നിൽക്കുന്ന നമ്മളൊക്കെ ചാകേണ്ടി വന്നാലും അവനവളെ കാണരുത്. അത് അവനെ നശിപ്പിക്കും, അവളെ നശിപ്പിക്കും. അമ്മ, ഒന്നുകിൽ ജീവൻ ഇവിടെ വരുന്നത് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ നിത്യ ഇവിടെ നിന്ന് പോണം. അമ്മ, അതിക്ക് എന്നമ്മ വഴി? നിത്യമോളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം. അമ്മ, അവൻ എത്ര നന്നായി എന്ന് പറഞ്ഞാലും അവന്റെ ജീവിതത്തിലേക്ക് ഇനി നിത്യയില്ല. അത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഈശ്വരൻ നടത്തി തരട്ടെ. വായിച്ചോദി. ഹരി, ഈ അന്നദാനത്തിന് പാകം ചെയ്യാൻ വന്നിരിക്കുന്നത് പുതിയ ആൾക്കാരാ? ഈ പ്രദേശത്ത് ഇതുവരെ കണ്ടിട്ടില്ല. ഓ, നിത്യമോള് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തതാ അവര്. കുഴപ്പം വല്ലതും ഉണ്ടോ ഹരി? കുഴപ്പമൊന്നുമില്ല. ഈ നമ്മളെ കണ്ട് പരിചയിച്ചാണെങ്കിൽ അതിന്റെ ക്വാളിറ്റി നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. എല്ലാം കണ്ടു തന്നെ ബോധ്യപ്പെടുന്നെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ. அப்படி சொல்லாதுங்க அம்மா. இந்த சாப்பாடு விஷயத்துல ஹரிசார் சொன்னதுதான் மெயின். நமக்கு தெரியாதவங்க வந்து ஏதாவது டேஸ்ட் வித்தியாசம் வந்தா என்ன பண்ண முடியும்? തൽക്കാലം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അമ്മേ, ഞാൻ പാചകക്കാരടുത്തൊന്ന് പോയിട്ട് വരാം. ക്ഷണിച്ചു വന്നവര് ഭക്ഷണത്തെ കുറ്റം പറയാൻ പാടില്ലല്ലോ. ഞാൻ പോട്ടെ. മിക്കവാറും പാചകക്കാരായിട്ട് അംഗം തന്നെ നടക്കും.
എടാ നീ ഒരു കാര്യം ചെയ്, നീ കൂടെ അങ്ങോട്ട് ചെല്ലേ. എന്തിന്? ആ. എല്ലാം അറിയുന്ന ഒരാള് പോയിരിക്കല്ലേ. ചെന്നൊന്ന് നോക്കടാ, നമ്മുടെ കുടുംബത്തിന്റെ കാര്യമല്ലേ. ആ ജ്യോതിമ്മ പ്രസാദം കൊടുക്ക, വാങ്ങ. എല്ലാരും വാങ്ങ, വാങ്ങ, നല്ല ടേസ്റ്റ് ആക്കും. സത്യം പറഞ്ഞ സുജാതെ, ഇവര് രണ്ടുപേരും നമ്മളെ കാണിക്കാൻ വേണ്ടി വഴക്കൂടെയാണെന്നേ ഉള്ളൂ. ഉള്ളിലൊന്നുമില്ല രണ്ടാക്കും. അതെനിക്കും അറിയാം രാമകൃഷ്ണേട്ടാ. പിന്നെ ഉള്ളിലൊരു മുഖംമൂടി ഉണ്ടല്ലോ എല്ലാവർക്കും നിലനിൽക്കാനായിട്ട്. എല്ലാം തയ്യാറായോ? കറികളെല്ലാം തയ്യാറായിട്ടുണ്ട്. ചോറ് ദേ തിളച്ചോണ്ടിരിക്കുക, രസം ദേ ആയിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞാ പായസം വെക്കുക, ഒക്കെ റെഡിയാണ്. ആ പെട്ടെന്ന് ചെയ്തു തീർക്ക്. ആ. എല്ലാം നന്നാവണേ. അതെങ്ങനെയാ പെട്ടെന്ന് ചെയ്തു തീർക്കുന്നത്? പാചകത്തിന് അതിൻ്റെതായ ഒരു സമയമുണ്ടല്ലോ. പെട്ടെന്ന് ചെയ്തു തീർത്താ വേഗാത്തത് തിന്നേണ്ടി വരില്ലേ? നിങ്ങൾക്ക് എത്ര കാലമായിട്ട് പാചകം അറിയാം? ആ, പാചകമൊക്കെ എനിക്ക് കുഞ്ഞിലേ അറിയാം. ഓ, ജനിച്ചു വീണപ്പോഴേ പാചകക്കാരനായിരുന്നോ? അതിപ്പോ എന്നെ പുറത്തെടുത്ത ഡോക്ടറോട് പോയി ചോദിക്കണം. അങ്ങേരാണെങ്കിൽ മരിച്ചും പോയി. ഞാൻ എത്ര കാലമായിട്ട് പാചകം ചെയ്യുന്നറിയോ? ആ, കുറെ കാലമായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ലേ പ്രധാനം, അല്ലേ ഏട്ടാ? ആ അതെ അതെ. അയാളെ കൂട്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഇരിക്കുന്ന പാത്രത്തിൽ നിന്ന് ഒരു തുള്ളി എടുത്തിന്റെ നാവില് വെച്ചാ അതിലെന്തൊക്കെ കുറവുണ്ട്, എന്തൊക്കെ കൂടുതലുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇതാണോ ഇപ്പൊ ആന കാര്യം? എനിക്കിത് നാവിൽ വെച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല. മണത്ത് നോക്കിയിട്ട് ഞാൻ പറയും. മണത്ത് നോക്കിട്ട് പറയോ? ഇത് വല്ലാത്ത സ്ഥിതിയാണല്ലോ. ഇതിനെ ഉപ്പിത്തിരി കുറവാ, കുരുമുളകൊട്ട് ചേർത്തിട്ടുമില്ല. എന്താ സാറേ ഇത്? അതൊക്കെ കീറ് കൃത്യ. അയ്യോ തർക്കിക്കല്ലേ, മണത്ത് നോക്കി കണ്ടുപിടിക്കുന്ന ആളാ. തർക്കമൊന്നുമില്ല. പക്ഷെ ഞാൻ കൃത്യമായിട്ട് പറയാം, ഇതിന് ഉപ്പ് കുറവാ, കുരുമുളകൊട്ട് ചേർത്തിട്ടുമില്ല. ടേസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ആളല്ലേ, ഒന്ന് കണ്ടുപിടിച്ചേ. എന്നാ പിന്നെ അത് അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.